ഇന്ത്യൻ റെയിൽവേയിൽ ഒരു ജോലി ആഗ്രഹിക്കുന്ന ആളാണോ നിങ്ങൾ? ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗമായിട്ട് നല്ലൊരു കേന്ദ്ര സർക്കാർ ജോലി കയ്യിൽ ഒതുക്കിക്കൊണ്ട് നല്ലൊരു മാസ ശമ്പളവും അതിന്റെ ആനുകൂല്യങ്ങളും എല്ലാം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ നിങ്ങൾ? അങ്ങനെ ആഗ്രഹിച്ചാൽ മാത്രം പോരാ, നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? അതിനുവേണ്ടി നമ്മളൊന്ന് പണിയെടുക്കേണ്ടതുണ്ട്, അല്ലേ? അങ്ങനെ പണിയെടുക്കാൻ കൂടിയുള്ള മനസ്സ് നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള കൃത്യമായ ഗൈഡൻസും കൃത്യമായ ഒരു സ്റ്റഡി പ്ലാനുമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, RRB NTPC 2024 നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, റിലീസ് ചെയ്തിട്ടുണ്ട്. അതിൽ കുറേ പോസ്റ്റുകളിലേക്ക്, ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകളിലേക്കും അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകളിലേക്കും പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായ ഒരു ഗൈഡൻസ് തരുന്ന, ഡെയിലി പഠിക്കാനുള്ള ടോപ്പിക്കുകൾ തരുന്ന ഒരു സ്റ്റഡി പ്ലാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്. ഈ വരുന്ന 30-ാം തീയതി രാത്രി 8 മണി മുതൽ നമ്മൾ ആരംഭിക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാവാം, ഇത് എങ്ങനെയാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്, എന്താണ് ഇതിൽ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാവും, അല്ലേ? നമ്മൾ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ പ്ലാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരാം. എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് ഓരോ ദിവസവും നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്കുകൾ എന്ത് ചെയ്യും, ഞാൻ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്ത് തരും. അതായത് എല്ലാ സബ്ജക്റ്റിലെയും, മാത്സിലെയും റീസണിങ്ങിലെയും GK-യിലെയും ഒക്കെ എല്ലാ ടോപ്പിക്കുകളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സിലബസിന്റെ മുക്കും മൂലയും അരിച്ചു പെറുക്കി ഒരു ടോപ്പിക് പോലും വിടാതെ ഓരോ ദിവസവും ആ മൊത്തം സിലബസിനെ നമ്മൾ ഏകദേശം 100 ദിവസത്തേക്ക് ഡിവൈഡ് ചെയ്തുകൊണ്ട് ഓരോ ദിവസവും നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്കുകൾ എന്ത് ചെയ്യും, നമ്മൾ തരും. അത് എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കണം. അത് മാത്രമാണ് ഈ സ്റ്റഡി പ്ലാന്റെ ഭാഗമായിട്ട് തരുന്നത്, ഒരിക്കലുമല്ല. അത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്കുകൾ തരുന്നതിനോടൊപ്പം തന്നെ അതിന്റെ റിവിഷൻ ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതായത് കുറച്ച് ടോപ്പിക്കുകൾ ഇപ്പോൾ നിങ്ങൾ പഠിച്ച ഇപ്പോൾ ഒരു 10 ദിവസമൊക്കെ കഴിയുമെന്ന് വിചാരിക്കുക. 10 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, കുറച്ചധികം ടോപ്പിക്കുകൾ നമ്മൾ പഠിച്ചായിട്ടുണ്ടാവും. ആ കഴിഞ്ഞ ടോപ്പിക്കുകളെ ബേസ് ചെയ്ത് യൂട്യൂബിൽ നിങ്ങൾക്ക് ലൈവ് റിവിഷൻ ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അത് മാത്രമാണോ തരുന്നത്? ഒരിക്കലുമല്ല. അതും കൂടാതെ നമ്മൾ നിങ്ങൾക്ക് തരുന്ന വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഓരോ ദിവസത്തെയും ടോപ്പിക്കുകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പോളുകൾ ഉണ്ടാവും. 30 ചോദ്യങ്ങൾ അടങ്ങുന്ന ഓരോ ദിവസത്തെയും ടോപ്പിക്കുകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പോളുകൾ. ആ പോളുകളിൽ മാത്സ് ഉണ്ടാവും, റീസണിംഗ് ഉണ്ടാവും, നമ്മുടെ GK പാർട്ട് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അതിനെല്ലാം അടിസ്ഥാനമാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ദിവസത്തെ ടോപ്പിക് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു റിവിഷൻ കിട്ടുന്ന പോലത്തെ പോളുകൾ ഉണ്ടാവും. അതിന്റെ മേലെയാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ് എന്ത് വരുന്നത്, യൂട്യൂബിലെ ലൈവ് റിവിഷൻ ക്ലാസ്സുകളും വരുന്നത്. ഇപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിൽ വരുന്നൊരു സംശയം എനിക്കറിയാം, ഇതിന് എത്രയാ ഫീസ്, അല്ലേ? ഇതിന് എത്രയാ നിങ്ങൾ ചാർജ് ചെയ്യുന്നത്, എന്താണ് ഇതിന്റെ ഫീസ് ആയിട്ട് വാങ്ങുന്നത്? ഞാൻ ഭയങ്കര അഭിമാനത്തോടെയും ഭയങ്കര സന്തോഷത്തോടെയും പറഞ്ഞോട്ടെ, ഇത്ര നേരം ഞാൻ പറഞ്ഞ ഒരു സർവീസിന് പോലും അക്കാഡമീസിലേക്ക് നിങ്ങൾ ഒരു രൂപ പോലും തരേണ്ടതില്ല. അതെ, ഇത് ഫുള്ളി ഫ്രീ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ചെയ്തു തരുന്നത്. എൻ്റെ പേര് ഹൻഷാദ് എന്നാണ്. നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും അറിയുന്നുണ്ടാവും. ഞാനും ഒരു പഴയ സ്റ്റേഷൻ മാസ്റ്റർ ആണ്. നിങ്ങളെപ്പോലെ തന്നെ NTPCക്ക് പ്രിപ്പയർ ചെയ്ത് ജോലിയിൽ കയറിയ ഒരാളാണ്. പക്ഷേ ടീച്ചിങ് എൻ്റെ പാഷൻ ആയതുകൊണ്ട് ഞാനത് റിസൈൻ ചെയ്ത് എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഈ പ്ലാറ്റ്ഫോം റൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ലൊരു ധാരണയുണ്ട് ഇത് എങ്ങനെയാണ് നിങ്ങളെ പഠിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ളത്. മാത്രമല്ല, കഴിഞ്ഞ RRB NTPCയുടെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, 150ഓളം പേര് നമ്മുടെ പിള്ളേർ എന്ത് ചെയ്തിട്ടുണ്ട്, റെയിൽവേയുടെ വിവിധ ഭാഗങ്ങളിൽ സ്റ്റേഷൻ മാസ്റ്ററായിട്ടും ക്ലർക്കായിട്ടും ഗാർഡായിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ലൊരു ധാരണയുണ്ട് ഇത് എങ്ങനെയാണ് നിങ്ങളിത് പഠിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് നിങ്ങളിത് പഠിച്ചെടുക്കേണ്ടത് എന്നുള്ളൊരു ധാരണയുണ്ട്. അപ്പോൾ എൻ്റെ ആ ഒരു എക്സ്പേർട്ടീസ് അതങ്ങനെ വിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ ആ ഒരു അറിവ് നിങ്ങൾക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ നിങ്ങൾ സ്വപ്നം കാണുന്ന ജോലിയിലേക്ക് എത്തിക്കാനായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 3 കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞത്. ഒന്നാമത്തേത്, നിങ്ങൾക്ക് ഓരോ ദിവസവും പഠിക്കാനുള്ള ടോപ്പിക്കുകൾ തരും. രണ്ടാമത്തേത്, അതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള യൂട്യൂബ് ലൈവ് റിവിഷൻ ക്ലാസ്സുകൾ ഉണ്ടാവും. മൂന്നാമത്തേത്, ഇതിന്റെ ടെലിഗ്രാം പോളുകൾ ഉണ്ടാവും. ഇനി ഇത് ഫ്രീ ആയിട്ടാണ് തരുന്നത് ഞാൻ പറഞ്ഞു. ഇനി നിങ്ങളുടെ മനസ്സിൽ വരുന്നൊരു സംശയമാണ്, ഞങ്ങളത് എവിടെന്നാ പഠിക്കേണ്ടത്, ഞങ്ങളത് എവിടെന്നാ ഈ തരുന്ന ടോപ്പിക്കുകൾ പഠിക്കുക എന്നുള്ളത്. ഇവിടെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ടോപ്പിക്കുകൾ പഠിക്കാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ നമ്മുടെ കോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യാം. നമ്മുടെ കോഴ്സിൽ ഈ പറയാൻ പോകുന്ന ഞാൻ തരുന്ന ടോപ്പിക്കുകൾ ഒന്നുപോലും മിസ്സിംഗ് ഉണ്ടാവില്ല. ഫുൾ സിലബസ് കവർ ചെയ്യുന്ന കോഴ്സ് എന്താണ്, ഓൾറെഡി അവൈലബിൾ ആണ്. പക്ഷെ ഞങ്ങളുടെ കോഴ്സ് എടുത്താൽ മാത്രമേ ഈ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലുമല്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ചിലപ്പോൾ വേറെ ഓൾറെഡി മറ്റൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവാം, ഇല്ലെങ്കിൽ നിങ്ങളൊരു ഓഫ്ലൈൻ കോച്ചിങ്ങിന് പോകുന്ന ആളായിരിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളായിരിക്കാം. അങ്ങനെ ഏത് രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്താലും അത് എന്നെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല. നിങ്ങൾക്ക് ഡെയിലി പഠിക്കാനുള്ള ടോപ്പിക്കുകൾ എന്ത് ചെയ്യും, ഞാൻ തരും. അത് എവിടെന്നോ നിങ്ങൾ പഠിച്ചോ, പക്ഷെ നിങ്ങൾ കൃത്യമായിട്ട് അതിന്റെ പോളുകൾ അറ്റൻഡ് ചെയ്യണം, കൃത്യമായിട്ട് അതിന്റെ റിവിഷൻ ക്ലാസ്സും എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്യണം. അങ്ങനെ നിങ്ങളത് ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് ഇതെന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ നമ്മുടെ കോഴ്സ് എടുത്താൽ എന്തിന്റെ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ പറയുന്ന ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഒരു ടോപ്പിക്ക് നിങ്ങൾ തപ്പി യൂട്യൂബിലോ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിലോ ഇല്ലെങ്കിൽ എവിടെ നിങ്ങൾ തപ്പി പോകേണ്ടതില്ല. അതിൽ എല്ലാ ടോപ്പിക്കുകളും കൃത്യമായി വെൽ ടൈലേർഡ് ആയിട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യും, അതിന്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും. ഓരോ ക്ലാസ് കഴിയുമ്പോഴും അതിന്റെ 10 ചോദ്യങ്ങളുടെ പരീക്ഷ കിട്ടും. മാത്രമല്ല അതിന്റെ സ്റ്റഡി മെറ്റീരിയലും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് കരുതി ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ കോഴ്സ് എടുത്താൽ മാത്രം, അല്ലെങ്കിൽ നമ്മുടെ കോഴ്സ് എടുത്തവർക്ക് മാത്രം ഫോളോ ചെയ്യാനുള്ളതല്ല ഈ സ്റ്റഡി പ്ലാൻ. അങ്ങനെയാണെങ്കിൽ എനിക്കത്
നമ്മുടെ ആപ്പിനകത്തോ അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ്ലി നമ്മുടെ സ്റ്റുഡൻസിന് മാത്രമായിട്ട് ചെയ്താൽ മതി. പക്ഷെ അതല്ല, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ അക്കാഡമീസിന്റെ വിഷൻ എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് എന്താ പറയുക പറ്റാവുന്ന അത്രയും കേന്ദ്ര സർക്കാർ ജോലിക്കാരെ ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അന്നും ഇന്നും എന്നും കാണുന്ന വിഷൻ എന്ന് പറയുന്നത്. ഈ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്ത് തൊട്ട് അല്ലെങ്കിൽ ഇതൊരു സ്ഥാപനം ആവുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ കണ്ടിട്ടുള്ള വിഷൻ എന്ന് പറയുന്നതാണ്. അറിവില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ അറിവില്ലാത്തത് ആസിൻ ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് അറിയാത്തത് കൊണ്ട് എന്ത് ചെയ്യരുത്, ആർക്കും അത് മിസ്സാവരുത് എന്നുള്ളതാണ് നമ്മുടെ വിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഒരു കിഡിലൻ സ്റ്റഡി പ്ലാൻ നമ്മൾ തുടങ്ങാനായിട്ട് പോവാണ്. ഇതിന്റെ ഇപ്പൊ ഇത് കേട്ടപ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ആവേശമൊക്കെ തോന്നിയിട്ടുണ്ടാവും, എന്നാ പിന്നെ ഒന്ന് പഠിച്ചു നോക്കാന്നുണ്ടാവും. ഞാൻ ആദ്യമേ പറഞ്ഞോട്ടെ, ആരംഭ ശൂരത്വം കാണിച്ച് ആദ്യത്തെ ഒരു 3-4 ദിവസം പഠിച്ച് ഡ്രോപ്പ് ചെയ്യാനുള്ളവരാണെങ്കിൽ ഈ പരിസരത്തേക്ക് നിങ്ങൾ വരണ്ട. നിങ്ങൾ ആ സമയം നഷ്ടം 4-5 ദിവസം സമയം പോകുന്നില്ല, അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങളിപ്പോൾ ഇത് ഇത്രയും കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം തോന്നിയിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃത്യമായി ഇനി വരാൻ പോകുന്ന അടുത്ത 100 ദിവസങ്ങളും നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് എന്ത് ചെയ്യേണ്ടതുണ്ട്, നിങ്ങൾ ഉറപ്പിക്കേണ്ടതുണ്ട്. എന്ത് സംഭവിച്ചാലും ഈ വരാൻ പോകുന്ന 100 ദിവസങ്ങളും നമ്മൾ പഠിക്കുന്നത് നിങ്ങൾ ഉറപ്പിക്കേണ്ടതുണ്ട്. ഇതിനിടയിൽ ഞാൻ ഉറപ്പായിട്ടും ബ്രേക്ക് ഒക്കെ തരും. ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾക്ക് അത് ഫുള്ളി ഒന്ന് റിലാക്സ് ചെയ്യാനുള്ള ഒരു ബ്രേക്ക് ഉണ്ടാവും. ഹോളിഡേയ്സ് വരുമ്പോൾ അത് നമ്മൾ കൺസിഡർ ചെയ്യും, അതിനുള്ള ബ്രേക്ക് നമ്മൾ തരും. അപ്പൊ അത്തരത്തിലുള്ള എല്ലാ ബ്രേക്കുകളും മാനുഷികമായ എല്ലാ പരിപാടിയും വെച്ച് നിങ്ങളിത് പഠിക്കാന്നുണ്ട്. മറ്റേ നമ്മൾ മെക്കാനിക്കലായിട്ട് പടപടപട മറ്റേ എന്തിനും പോലെ എങ്ങനെ ആക്കി നമുക്ക് പഠിക്കാനുള്ള കഴിവൊന്നുമില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് അതിനുള്ള റിവിഷനുള്ള സമയവും എല്ലാം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ തരും. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഇനിയിപ്പോൾ നമ്മൾ ആ ടോപ്പിക്കുകൾ ഡെയിലി തരുന്നു, അങ്ങനെ തന്നു പോവുകയാണെങ്കിൽ ഇപ്പോൾ അതിൽ വലിയ കാര്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടോപ്പിക്ക് ചുമ്മാ നിങ്ങൾക്ക് തരും മാത്രമല്ല, അതിൽ ഓരോ ടോപ്പിക്കുകളും നിങ്ങൾക്ക് തന്നു കഴിഞ്ഞ് നെക്സ്റ്റ് ഡേയോ അല്ലെങ്കിൽ അതിനടുത്ത ദിവസം, ഇന്ന് ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് തരുകയാണ് ഹിസ്റ്ററിയിൽ നിന്ന് നിങ്ങൾ ആദ്യം പഠിക്കേണ്ട ടോപ്പിക് സ്റ്റോൺ ഏജ് ആണ്. അങ്ങനെ ഞാൻ തന്നു കഴിഞ്ഞാൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഹിസ്റ്ററിയിൽ നിന്ന് നിങ്ങൾക്ക് വരാൻ പോകുന്ന ഒരിക്കലും അടുത്ത ടോപ്പിക് അല്ല, ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഹിസ്റ്ററിയിലെ ആ സ്റ്റോൺ ഏജ് ഹൈഫൺ റിവിഷൻ ആണ്. അപ്പോൾ ഓരോ ടോപ്പിക് വെറുതെ പഠിക്കുകയല്ല, അത് റിവിഷൻ ചെയ്യാനുള്ള ഞാൻ തരുന്നുണ്ട്. അതിന്റെ മേലെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടെലിഗ്രാം ബോളുകളും അതുപോലെ തന്നെ യൂട്യൂബ് ലൈവ് റിവിഷൻ ക്ലാസ്സുകളും എന്ത് ചെയ്ത് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞ 3 കാര്യങ്ങൾ, ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്റ്റഡി പ്ലാൻ, അതിനെ ബേസ് ചെയ്തുള്ള യൂട്യൂബ് ലൈവ് റിവിഷൻ ക്ലാസ്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ടെലിഗ്രാം ബോളുകൾ, ഇത് 3 എന്താണ് നിങ്ങൾക്ക് തീർത്തും സൗജന്യമാണ്. ഞാൻ ആകപ്പാടെ പറയുന്നത് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ ചെയ്യാം. നമ്മുടെ കോഴ്സ് എടുത്ത് പഠിക്കണമെങ്കിൽ നമ്മളോടുള്ള ആ ഒരു സ്നേഹം അല്ലെങ്കിൽ അത് നിങ്ങൾ കാണിക്കുന്നത് തീർച്ചയായിട്ടും അത് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. കുറേ ആളുകൾ നമ്മൾ അറിയുമ്പോഴും നമ്മുടെ ഇന്ന് കോഴ്സ് എടുക്കുമ്പോഴാണല്ലോ നമുക്കും അതിന്റെ രീതിയിൽ ഇതുപോലുള്ള കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക. നമുക്ക് സന്തോഷം തന്നെയാണ്. പക്ഷെ അല്ല, നിങ്ങൾ വേറെ രീതിയിൽ ഫോളോ ചെയ്യണമെങ്കിലും എന്തില്ല, എനിക്ക് അതിൽ നിങ്ങളോട് യാതൊരു വിരോധം അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള കുറവും എന്ത് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് വരുത്താനായിട്ട് നമ്മൾ പോകുന്നില്ല. അപ്പൊ ഇത്രയാണ് നമ്മുടെ സ്റ്റഡി പ്ലാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. ഇതിലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്തോളൂ. റെഡി ആണെങ്കിൽ 30-ാം തീയതി രാത്രി 8 മണിക്ക് എന്ത് ചെയ്യാൻ നിങ്ങൾ വരിക. ഇനി എവിടെയാണ് ഈ ടെലിഗ്രാമിന്റെ ഡെയിലി സ്റ്റഡി പ്ലാൻ പോസ്റ്റ് ചെയ്യാന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവാം. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ സ്ക്രോൾ ഓടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിലാണ് ഉണ്ടാവുക. അതിന്റെ ലിങ്കും കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാം, ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും ഞാൻ എന്ത് ചെയ്യാം, താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ മക്കളെ, ഇതൊരു നിങ്ങളുടെ ഒരു ലൈഫ് ചേഞ്ചിങ് വീഡിയോ ആവട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബാക്കിൽ പടക്കൊക്കെ പൊട്ടുന്നു, എനിക്കറിയില്ല ഇത് എങ്ങനെയാണ് സംഭവിച്ചെന്നുള്ളത്. ലൈഫ് ചേഞ്ചിങ് എന്ന് പറഞ്ഞപ്പോൾ പൊട്ടിയതാണെന്നല്ല, എന്തായാലും നിങ്ങളുടെ ഒരു ലൈഫ് ചേഞ്ചിങ് വീഡിയോ ആവട്ടെ ഇതെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. കാരണം ഇതിന് മുമ്പ് RRB NTPC ചെയ്തപ്പോൾ ആ ഒരു വീഡിയോ കണ്ട് പ്രിപ്പറേഷൻ തുടങ്ങി ജോലി കയറി ഒരുപാട് പിള്ളേർ നമുക്കുണ്ട്. കഴിഞ്ഞിട്ട് അവർ കഴിഞ്ഞപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ് ഒരുപാട് സ്നേഹത്തോടെ. അപ്പം അങ്ങനെ തന്നെ ഞാൻ നിങ്ങളോടോ ആശംസിക്കുകയാണ്. കട്ടയ്ക്ക് പണിയെടുക്കാൻ തയ്യാറാണെങ്കിൽ, ആരംഭശൂരത്വം കാണിച്ച് ആദ്യത്തെ ഒരു 3-4 ദിവസം കഴിഞ്ഞ് ഡ്രോപ്പ് ചെയ്ത് പോകാനാണെങ്കിൽ നിങ്ങൾ ആരും ഈ പണിക്ക് നിൽക്കണ്ട. പക്ഷെ പഠിക്കാൻ തയ്യാറാണെങ്കിൽ എല്ലാവരും കയറിവായോ, ഈ ജോലി നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിത് പോക്കറ്റിലാക്കാം. അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്, വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ്. ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ഷമയോടെ കണ്ടിരുന്നതിന് കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമീസ്. ഹാവ് എ നൈസ് ഡേ.